നമസ്കാരം. പാകിസ്ഥാന് പണ്ടൊക്കെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും തീവ്രവാദികളെ കയറ്റിവിടാനുള്ള ഒരു സ്വാതന്ത്ര്യം അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണം ഉണ്ടായിരുന്ന സമയത്ത് പോലും പട്ടാള മേധാവിമാർ അടക്കമുള്ളവർ, കരസേന, നാവികസേന അടക്കമുള്ളവർ, വ്യോമസേന അടക്കമുള്ളവർ സോണിയാഗാന്ധിയോടും മൻമോഹൻ സിംഗിനോടും ചോദിച്ചതാണ്. അത് ആദ്യം മൻമോഹൻ സിംഗിനോട് ചോദിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ തിരിച്ചടിക്കട്ടെ എന്ന്. അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞത്, വെയിറ്റ് ചെയ്യൂ, സോണിയാഗാന്ധിയോട് ചോദിക്കാം, ഞാൻ വെറും ഡമ്മി പ്രധാനമന്ത്രിയാണ്, എന്റെ പിന്നിൽ നിന്നും പ്രധാനമന്ത്രിയായി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സോണിയാഗാന്ധിയോടാണ്. അങ്ങനെ സോണിയാഗാന്ധിയെ വിളിച്ചു ചോദിച്ചപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞു, വേണ്ട, പാകിസ്ഥാനിലേക്ക് ഒരു തരത്തിലുമുള്ള ആക്രമണവും നടത്തണ്ട, അവിടെ തന്നെ ഇരിക്കുക എന്ന് ഒരു നിർദ്ദേശം. അങ്ങനെ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് ചെന്ന് യുദ്ധം നടത്തണ്ട, നിങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തണ്ട എന്ന് മൻമോഹൻ സിംഗ് ഒരു ഉത്തരവ് നൽകി. അങ്ങനെ കലി പൂണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മാറ്റമൊക്കെ വന്നു. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. അങ്ങനെയാണ് ഉറി ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞ ഒരു ഒറ്റ നിർദ്ദേശമാണ്, ഒന്നും നോക്കാനില്ല, കയറി അങ്ങ് പാകിസ്ഥാനിൽ മേഞ്ഞോളൻ. അതായത് പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം കയറി താണ്ഡവമാടാൻ മുഴുവൻ സ്വാതന്ത്ര്യവും ഇന്ത്യൻ സൈന്യത്തിന് നൽകി. കൂടാതെ ഇതിന്റെ കടിഞ്ഞാൺ അജിത് ഡോവലിന്റെ കയ്യിലായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായത്, പഴയ ഇന്ത്യയല്ല, നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ ഭരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അതിന്റെ ഇടത്തെ വശത്ത് അമിത്ഷായുമുണ്ട്, അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗുമുണ്ട്. കൂടാതെ അജിത് ഡോവൽ എന്ന തന്ത്രപ്രധാനമായ ഒരു ചാണക്യൻ ഡിഫൻസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പഴയതുപോലെ ഇന്ത്യയെ കയറി ആക്രമിക്കാൻ പറ്റില്ല എന്ന് അജിത് ഡോവലും അമിത്ഷായും രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിലെ സകല മേധാവിമാരും ഓരോ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ചിട്ടാണ് നേരെ പാകിസ്ഥാനിൽ അടിച്ച് തകർക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ അജിത് ഡോവലിന്റെ ഒരു പ്രസംഗം വലിയ രീതിയിൽ പാകിസ്ഥാനിലെ സൈന്യം മേധാവി അസീം മുനീറിനും അതോടൊപ്പം തന്നെ ഷഹബാസ് ഷെരീഫിനും വലിയ രീതിയിൽ ഒരു തലവേദന മാത്രമല്ല, അവർ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കാരണം അജിത് ഡോവൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കിയിരിക്കും. അത് ഏത് നിമിഷവും എങ്ങനെ എന്നത് മാത്രമേ ഇനി നോക്കിയിരിക്കേണ്ടതുള്ളൂ. അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തിടെ നടത്തിയ പ്രസംഗം പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു വാക്പോര് ആരംഭിച്ചിരിക്കുകയാണ്. വാക്പോരുമായി പാകിസ്ഥാൻ ശക്തമായി രംഗത്തെത്തിയതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുതിയ രീതിയിലുള്ള ഒരു നയതന്ത്ര പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ശേഷിയെക്കുറിച്ചും ആത്മനിർഭർ ഭാരതത്തെക്കുറിച്ചും ഡോവൽ നടത്തിയ പരാമർശങ്ങൾ പാകിസ്ഥാനിൽ വലിയ ഒരു പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ തന്ത്രപരമായ ഉത്കണ്ഠ എന്നാണ് ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങൾ വിശേഷിപ്പിച്ചത്. ദില്ലിയിൽ നടന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ സംസാരിക്കവെയാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ പുതിയ സുരക്ഷാ നയം വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് കേവലം അതിർത്തി സംരക്ഷിക്കാൻ മാത്രമല്ല, മറിച്ച് ആഭ്യന്തരമായി കരുത്താർജിക്കാനും മറ്റു രാജ്യങ്ങളുടെ മേൽക്കൈ ഇല്ലാതാക്കാനും കൂടിയാണെന്നും അജിത് ഡോവൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം മറ്റുള്ളവരെ ആക്രമിക്കുക എന്നതല്ല, മറിച്ച് ശത്രുക്കളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി മാറുക എന്നതാണ്. ഇന്ത്യയുടെ സമാധാനപരമായ നിലപാടുകളെ ദുർബലരായി കാണരുതെന്നും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായ ഒരു സുരക്ഷാ കവചം ഇന്ത്യ ഒരുക്കുകയാണെന്നും അദ്ദേഹം യുവ നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡോവലിന്റെ വാക്കുകൾ പഴയ ശത്രുത പുതുക്കുന്നതാണെന്നും മേഖലയിൽ സമാധാനത്തിന് വിഘാതമാണെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഈ പ്രതികരണം അവരുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഭീകരവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ മണ്ണിൽ ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നടപടികൾക്ക് ശേഷം ഇന്ത്യ സ്വീകരിച്ചു വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പാകിസ്ഥാനെ വല്ലാതെ ഒരു അസ്വസ്ഥമാക്കുന്നുണ്ട്, വലിയ രീതിയിൽ അവരെ ഭയക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യ ഇപ്പോൾ നയതന്ത്രത്തിലും സുരക്ഷാ കാര്യങ്ങളിലും കൂടുതൽ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അജിത് ഡോവലിന്റെ പ്രസംഗം ഇതിന്റെ വ്യക്തമായ ഒരു സൂചന തന്നെയാണ്. അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾക്ക് സൈനികമായും അതോടൊപ്പം തന്നെ നയതന്ത്രപരമായും കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യ മടിക്കില്ല എന്ന കാര്യം മാത്രമല്ല, പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സാങ്കേതിക മുന്നേറ്റം പാകിസ്ഥാന്റെ സൈനിക തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ അജിത് ഡോവലിന്റെ പ്രസംഗം കേവലം വാക്കുകളല്ല, മറിച്ച് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. പാകിസ്ഥാന്റെ രോഷം അവരുടെ തന്ത്രപരമായ പരാജയത്തിന്റെ പ്രതിഫലമായാണ് ഇന്ത്യ വിലയിരുത്തുന്നത്.